നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഹം യോഗിനാം ലൈഫ് ലൈൻ വിത്ത് പ്രിയങ്ക. താങ്ക് യു. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും യോഗ ചെയ്യാൻ കാത്തിരിക്കായിരിക്കും. യോഗ മാറ്റൊക്കെ വിളിച്ച് അതിരിക്കല്ലേ? അതെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു ഫിറ്റ്നസ് എക്സസൈസ് ചെയ്യുമ്പോഴും അതിന് മുന്നായിട്ട് നമ്മളൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ലൂസനിങ് എക്സസൈസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. അതുപോലെ തന്നെ യോഗ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ യോഗ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പിടിച്ചു അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു എന്നൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫുൾ ബോഡി ആദ്യം നമ്മൾ ഒരേ പാർട്ടായിട്ട് ലൂസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ ഇന്ന് നമ്മൾ ചെറിയൊരു ലൂസനിങ് എക്സസൈസ് ഇരുന്നു കൊണ്ട് നോർമലായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ലൂസനിങ് എക്സസൈസും പിന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ രണ്ട് പീസും വയറും കുറയാനായിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 1-2 എക്സസൈസും കൂടി ആഡ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരത്തെ ഒരു യോഗ സെക്ഷനാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിന്റെ പാർട്ട് 2 വരണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം പിടിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവരും യോഗ മാറ്റിൽ ഇരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചമ്മണം പടിഞ്ഞിരിക്കാന്ന് പറയും. ഓക്കെ, ഇത് യോഗയുടെ ഒരു ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ സുഖാസന. അത് സ്ഥിരമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ, സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കുറെ നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനെയാണ് സുഖാസന എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും? അപ്പൊ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവര് ചെയർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ നോർമൽ ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും യോഗ ചെയ്യാതിരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഇപ്പൊ നോർമൽ ഒരു സ്റ്റൂളോ ചെയറോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളുടെ ലൂസനിങ് എക്സസൈസ് ഇരുന്നു കൊണ്ടുള്ളത് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വയറ് കുറയാനായിട്ട് ഒരു 2 ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ താഴത്ത് ചമണം പണിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളെ കാല് തരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ കുറച്ച് നാള് നമ്മളിങ്ങനെ ഇരുന്ന് പിന്നെ ഇത് ശീലമായിക്കോളും. എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ലാത്തൊരു സ്ഥിതി വന്നോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ഒരു ബേസിക് സെക്ഷനാണ് ഞാൻ ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും നിവർന്നിരുന്നു കൊണ്ട് തല 2 വശത്തേക്ക് നോക്കുക. യെസ്, 1. നന്നായി പുറകിലേക്ക് നോക്കുക. 2. 1. ശ്രദ്ധിക്കേണ്ടത് നിവർന്നിരിക്കുക. പിന്നെ കഴുത്ത് മാക്സിമം ലൂസാക്കിയിട്ട് തളർത്തിയിട്ട് കൊണ്ട് ചെയ്താൽ മതി. ബലം പിടുത്തൊന്നും വേണ്ട. വീണ്ടും 1. 2. 1. ഓക്കേ, വീണ്ടും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്യേണ്ടത്. ഡൗൺ, മാക്സിമം അടിയിൽ ആടി മുട്ടിക്കാൻ ശ്രമിക്കുക. അപ്പ്, ഡൗൺ, അപ്പ്, ഡൗൺ, അപ്പ്, down. ഓക്കെ, വീണ്ടും വലതുവശത്തു കൂടി പുറകിലേക്ക് കൊണ്ടുവന്ന് ഇടതുവശത്തു കൂടി റൊട്ടേറ്റ് ചെയ്യാനാണ് പോകുന്നത്. യെസ്, 1. കഴുത്ത് മാക്സിമം ലൂസാക്കി വയ്ക്കുക. എന്നിട്ട് ചെയ്യുക. കൂളായിരുന്നു ചെയ്യുക. യെസ്, 2. സാവകാശം. വീണ്ടും 3. നിവർന്നിരിക്കാൻ ശ്രമിക്കുക. 4. സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്ത് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യണം. അപ്പോൾ സെയിം ഓപ്പോസിറ്റ്. 1, അതായത് ഇടത് നിന്ന് വലതിലേക്ക്. 2. 3. ഓക്കേ, 2 കൈകളും നിവർത്തി
ഇരുവശത്തേക്ക് നീട്ടി വയ്ക്കുക. യെസ്. ഇനി മുട്ടിൽ നിന്ന് മടക്കി 2 കൈപാദവും ഷോൾഡറിൽ ടച്ച് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, വീണ്ടും ഷോൾഡറിൽ ക്യാച്ച് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യണം ഷോൾഡർ. ഓക്കെ, മുട്ട് മാക്സിമം ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. പുറകിലേക്ക് കൊണ്ടുവരണം. യെസ്. 1. വീണ്ടും 2 3 4 5. Same opposite direction. Come on. 1 2. നിവർന്നിരിക്കാൻ മുട്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. 3 4 5. 2 കൈകൾ നീട്ടി വയ്ക്കുക. വിരലുകൾ മടക്കി ചേർത്ത് പിടിക്കുക. 2 കൈകളും കൈയുടെ റിസ്റ്റുകളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ചട്ടുപിടുന്ന ഒച്ചയൊക്കെ കേൾക്കാം, കാര്യമാക്കണ്ട. യെസ്. 4 5. സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും അതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. 2. ഒരു 5 കൗണ്ട് മതിയാവും. 4 3 4 5. ഓക്കെ, വീണ്ടും ഷോൾഡറിലേക്ക് ചേർത്ത് പിടിക്കുക. മുകളിലേക്ക് 2 കൈകളും ഉയർത്താം. അപ്പ്. ആ അപ്പിൻ്റെ സമയത്ത് കൈപാദങ്ങളുടെ വിരലുകൾ നിവർന്നിരിക്കണം. ഡൗൺ ആവുമ്പോൾ മാക്സിമം അടിയിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കുക. യെസ്. അപ്പ്. മുകളിലേക്ക് വിടർത്താം. ഡൗൺ. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കേ, അടുത്തതായി നിവർന്നിരിക്കുക. 2 കൈകളും ചേർത്ത് വിരലുകൾ കോർത്ത് 2 കൈകളും മുകളിലേക്ക് നീട്ടിവെക്കുക. കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിരിക്കുക. നിവർന്നിരിക്കണം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സാവകാശം അരക്കെട്ടിൽ നിന്ന് മുൻപിലേക്കാണ് തല താഴെ മുട്ടിക്കുക. ശേഷം 2 കൈപാദവും നിലത്ത് പതിച്ചു വയ്ക്കുക. വീണ്ടും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുടക്കക്കാർക്ക് തല താഴെ മുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യമാക്കണ്ട. നെക്സ്റ്റ് ടൈം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശേഷം വീണ്ടും മുകളിലേക്ക് ഉയർന്നു വരാം. ഇതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണ്, അതായത് തല താഴെ മുട്ടാനായിട്ടുള്ള ഒരു ചെറിയൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. 2 കൈകളും നെഞ്ചിനു മുൻപിൽ നീട്ടി വയ്ക്കുക. ശേഷം കൈകൾ രണ്ടും അകത്തും തോറും തല താഴെ മുട്ടിക്കുക. വീണ്ടും ഫ്രണ്ടിലേക്ക്, വീണ്ടും താഴേക്ക്, വീണ്ടും മുകളിലേക്ക് വരാം, താഴേക്ക് വരാം. ഇങ്ങനെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാവകാശം നമുക്കത് എളുപ്പത്തിൽ തന്നെ താഴെ മുട്ടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ എക്സസൈസിനോടൊപ്പം തന്നെ നമ്മളുടെ വയറും കുറയ്ക്കാനും ഡൈജഷൻ ഓക്കെ ആക്കാനും എല്ലാത്തിനും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസാണിത്. ശേഷം നോർമലായിട്ട് വന്നിരിക്കുക. ഒരു 2 സെക്കൻഡ് വിശ്രമത്തിന് ശേഷം 2 കൈകളും കോർത്ത് തലയ്ക്ക് പുറകിൽ പിടിക്കുക.
ശേഷം വലതുവശത്തേക്ക് ചെരിഞ്ഞ് വലതു കൈമുട്ട് താഴെ കുത്തിവെക്കുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 5 4 3 2 1. സാവകാശം നേരെ വരാം. സെയിം ഓപ്പോസിറ്റ് ചെയ്യുക. വീണ്ടും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, വീണ്ടും നേരെ വരാം. ഇത് ഈസി ആക്കാനായിട്ട് ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. 1 ടച്ച് ഡൗൺ, 2 touch down, yes, 1, then opposite, 2, 1, 2, 1. ഓക്കെ, വീണ്ടും നോർമലായിരിക്കുക. ഒരു 30 സെക്കൻഡ് കണ്ണടച്ച് നോർമലായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ പഠിച്ചൊരു ചെറിയൊരു ഭാഗമാണ്. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു പാർട്ട് വരും. അപ്പോൾ ആ ഒരു പാർട്ടും ഈ ഒരു പാർട്ടും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ആവും. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടി ഒരുമിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ 1 മണിക്കൂർ എത്തണ വരെ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതായത് യോഗ അങ്ങനെ എളുപ്പം കൊണ്ട് ഒറ്റയടിക്ക് വലിയ വലിയ പോസുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പതിയെ പതിയെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടി കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വസിക്കുകയാണേ. യോഗ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതശൈലിയായി മാറട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ഉണർവും ആത്മവിശ്വാസവുമുള്ള മനസ്സും ശരീരവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത പാട്ടുമായി എത്തുന്നതുവരെ this is Priyanka signing off. Aham Yoginam Lifeline with Priyanka. Thank you.